നമ്മൾ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് തഫ്സീറിൻ്റെ ലോകത്തേക്കൊന്ന് പഠിക്കണം. പിശാച് മുട്ടയിട്ട് കഴിഞ്ഞാലാണ് ഇത്തരം ഫിറഔനിയത്തൊക്കെ നമ്മളിൽ ഉണ്ടാവുക. ഫിറഔനിയത്ത് പിശാച് മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉഖ്റവിയായ ചിന്തയൊന്നും ഉണ്ടാവില്ല. ഇല്ലേ, ഒരിക്കലും ഉണ്ടാവില്ല. പിശാച് മുട്ടയിട്ട് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ആരെയൊക്കെ വെറുത്തിട്ടുണ്ടോ അവർ മുഴുവനും, ആ സ്വഭാവങ്ങൾ മുഴുവനും നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അള്ളാഹു ആരെയൊക്കെ വെറുത്തിട്ടുണ്ടോ അവർ മുഴുവനും നമ്മുടെ സ്വഭാവത്തിലേക്ക് വരും. അതാണ് യഹ്യ ഇബ്നു മുആദ് റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദിയാർക്കും ഹാമാനിയ, നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന വീടും ലാസ്റ്റ് മന്ത് ഹൗസ് വാമിങ് പൂർത്തിയാക്കിയ വീടും ഹാമാന്റെ വീടാണല്ലോ. എത്ര കൊല്ലം താമസിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും വലിയ കൊട്ടാരടുത്തേക്ക്, എത്ര വലിയ വീടാണ്. ദിയാർക്കും ഹാമാനിയ, എത്ര വലിയ വീടാണോ, ഹാമാന്റെ വീടാണല്ലോ നീ ബിൽഡ് ചെയ്തേക്കണത്. രണ്ട് ഉസ്താമാരെ കൊണ്ടുവന്നാൽ തീരുമോ? ഈ വലിയ വീട് ദൂർത്തല്ലാതിരിക്കുമോ? വമറാക്കിബുക്കും ഖാറൂനിയ, നീ എടുത്ത വണ്ടി മുഴുവനും ഖാറൂന്റെ വണ്ടിയാണല്ലോ. പണ്ട് മൂസാ നബിന്റെ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് കഠിന ശത്രുവായി, മോർട്ടൽ എനിമിയായി ജീവിച്ച, പണം കൊണ്ട് ധിക്കാരം കളിച്ച ഖാറൂൻ മുതലാളിയുടെ വണ്ടിയാണല്ലോ നീ എടുത്തേക്കണത്. വമലാബിസുക്കും ഫിറൗനിയ, നിന്റെ ഡ്രസ്സ് മൊത്തം ഫിറൗന്റെ ഡ്രസ്സാണല്ലോ. എത്രയാ ഡ്രസ്സ്? മിനിനാന്ന് എല്ലാവരും പച്ച കളറിൽ വി മോഡലിൽ നിന്നിട്ട് ഫോട്ടോ, ദെൻ ഇന്നലെ റെഡ്, ഇന്ന് വൈറ്റ്, നാളെ യെല്ലോ. എത്ര ഡ്രസ്സ് ഒരു കല്യാണത്തിന് തന്നെ. ഫിറഔനിയ. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫൈന സുന്നത്തുൽ മുഹമ്മദിയ, എവിടെ മോനെ റസൂലുള്ളാഹ്? നിബിദിനത്തിലെ ഡെക്കറേഷനിൽ തീർന്നോ? ഖാറൂനും ഹാമാനും ഫിറഔനൊക്കെ ലൈവിലുണ്ടല്ലോ, നിന്റെ വീട്ടിലും ഡ്രസ്സിലും വാഹനത്തിലും ഉണ്ടല്ലോ. ഫൈന സുന്നത്തുൽ മുഹമ്മദിയ, എവിടെ എവിടെ? അപ്പൊ പിശാച് നമ്മുടെ കൽബിൽ മുട്ടയിടുമ്പോഴാണ് ഈ എൻഗേജ്മെന്റിന്റെ ദൂർത്തും ഹൗസ് വാമിങ്ങിന്റെ വൃത്തികേടും മറ്റുള്ളവരുമായി കമ്പാരിസൺ നടത്തിയിട്ട് കുറേ ഇസ്രാഫും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പിശാച് നമ്മളിൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ കൽബിനാണ് പ്രശ്നം. എങ്ങനെയാണ് ഈ കൽബിന്റെ പ്രശ്നത്തെ നമ്മൾ പഠിക്കേണ്ടത്? പരിഹാരം വേറൊരു ദിവസം വയലു പറയേണ്ടത്. പ്രശ്നം നമ്മൾ പഠിക്കണം. ആദ്യം പ്രശ്നം പഠിക്കണം. എന്താണ് പ്രശ്നം? നമുക്കത് തിരിച്ചറിയണം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്ന ഫസാദൽ ഖുലൂബി അൻ സിത്തത്തി അശ്യാ, 6 കാര്യങ്ങളിലൂടെയാണ് ഖൽബ് കേടുവരുന്നത്. 6 കാര്യങ്ങളിലൂടെയാണ് ഖൽബ് കേടുവരുന്നത്. 1, യുദ്നിബൂന ബിറജാഇ തൗബ വഫി നുസ്ഖത്തിൻ ബിറജാഇ റഹ്മ, അല്ലാഹു പുറത്തു തരുമല്ലോ എന്ന വിചാരത്തോടു കൂടി മനഃപൂർവ്വം ഒരാൾ തെറ്റ് ചെയ്യുക. ആ സംഭവം ഒരാളിൽ വന്നാൽ അയാളുടെ ഹൃദയത്തിൽ പുഴുക്കളങ്ങ് കയറും. എല്ലാ തമ്മാടിത്തും അയാളുടെ ഹൃദയത്തിൽ അങ്ങ് സമ്മേളിക്കും. പുതിയ കാലത്ത് ചില പിള്ളേരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, അല്ലാഹ് റഹ്മാനല്ലേ, അല്ലാഹ് റഹീമല്ലേ, 100 ആളെ കൊന്നൊക്കെ അല്ലാഹ് പുറത്തു കൊടുത്തിട്ടില്ലേ. ലിബറലിസം എവിടെയൊക്കെ കയറി നോക്കി നിങ്ങൾ? എവിടെയൊക്കെയാണ് നമ്മളിൽ രോഗങ്ങൾ കയറി വന്നത് നോക്കിയേ. യുദ്നിബൂന ബിറജാഇ തൗബ ഐ ബിറജാഇ റഹ്മ, അല്ലാഹ് എനിക്ക് പുറത്തു തരുമല്ലോ എന്ന പ്രതീക്ഷയോടെ തെറ്റ് ചെയ്യുന്ന രോഗം ഒരാൾക്ക് വന്നാൽ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ പറയുന്നുണ്ട്, അൽ കശ്ഫ് വത്തബീൻ ഫീ ഖുററിൽ ഖൽഖി അജ്മഈൻ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം ഗസാലി ഇമാം റഹിമഹുല്ലാഹ് ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ ഒറിജിനൽ പേര് അസ്നാഫുൽ മഗ്റൂറീൻ, ചതിക്കപ്പെട്ടവരെ കുറിച്ചാണ് ആ കിതാബ്. അതിൽ പറയുന്നുണ്ട്, ചില മോമിനീങ്ങൾ പെട്ടുപോയ ഒരു ചതി. ആരുടെ ചതി? ഇബ്ലീസിന്റെ ചതി. എന്താ ചതി? അല്ലാഹ് റഹ്മാനല്ലേ, അല്ലാഹ് ഗഫൂറല്ലേ, അല്ലാഹ് പുറത്തേരൂലേ. ഈ ഉസ്താദ് ഇത്ര സ്ട്രോങ് ആവണത്, അല്ലാഹ് പുറത്തേരൂലേ, ഞാനെന്തിനാ പഠിക്കണത് എന്നവർക്ക് ഇബ്ലീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇബ്ലീസ് എപ്പോഴും മനുഷ്യനെ പറ്റിക്കുന്ന സമയത്ത് നല്ല വിചാരങ്ങളെ ഇട്ട് കൊടുക്കുള്ളൂ. അത് നല്ലതാണെന്ന് നമുക്ക് തോന്നി, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അത് നമ്മളെ നേരെ പരാജയത്തിലേക്ക് എത്തിക്കാനാണ് ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഇബ്ലീസും ഹവൻ നഫ്സും കൂടി, അഥവാ നമ്മുടെ ദേഹേച്ഛയും കൂടി നമ്മളെ ചതിക്കുന്ന ഒരു ചതിയാണ് തെറ്റ് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു കാര്യം. ആ കാര്യം, ആ സാധ്യത അവിടെ നിലനിൽക്കെ തന്നെ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നമുക്ക് തോന്നിപ്പിക്കുകയും കോൺഫിഡൻസ് നൽകുകയും ചെയ്യുക. ഉദാഹരണത്തിന്, അവളോട് ചാറ്റ് ചെയ്യണ്ടെന്നല്ലേ ഉള്ളൂ, നമ്പർ ഡിലീറ്റ് ആക്കുകയും നമ്പർ ബ്ലോക്കും ചെയ്യണ്ടല്ലോ എന്ന്. അപ്പൊ നമുക്ക് ആരുടെയോ ക്ലാസ്സിലോ മോട്ടിവേഷനോ കൺസൾട്ടിങ്ങിലോ തോന്നി ചെയ്യാൻ സാധ്യതയുണ്ട്, വേണ്ട, ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഫോൺ അങ്ങ് ഒഴിവാക്കിയേക്കാം, ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തേക്കാം. അവൾ അവിടെ കോളേജിലുള്ളതുകൊണ്ട് ഞാൻ ആ കോളേജിൽ ഡിഗ്രിക്ക് ചേരാതിരിക്കാം. അപ്പോഴാണ് ഇബ്ലീസ് സോട്ടും കൂട്ടലിട്ടിട്ട് വന്നിട്ട് പറയാം, എന്താ ചങ്ങായി, ഓളാടെ പഠിക്കുന്നതിന് നീ പഠിക്കുന്നതിന് പ്രശ്നം,
നീ അവിടെ മര്യാദയ്ക്ക് പഠിച്ചിട്ട് തിരിച്ചു വന്നാൽ മതിയല്ലോ, ഓളാട്ടുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ MDMA ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് കോൺഫിഡൻസ് നമുക്ക് തരും. അത് ഭയങ്കര അപകടം. ശരിക്കും അത് നടക്കില്ല. തെറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരിക്കെ നമ്മൾ പിന്നെയും പഴയ തെറ്റിലേക്ക് പോകും. അതുകൊണ്ടാണ് 100 ആളെ കൊന്നാളോട് ആദ്യം പറഞ്ഞത് ആ നാട്ടിൽ നിന്ന് വിട്ടേക്കുന്നു, ആ നാട്ടിൽ നിന്ന് വിടുവോ, വേറെ വർത്താനില്ല. അല്ല വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടപെടാണ്ടെന്നാ പറയുക, ഈപത്തിൻ്റെ വോയിസ് ഞാൻ കേൾക്കാണ്ടെന്നാ പറയും. നോ ലെഫ്റ്റ് അടിക്കണം, ഡിലീറ്റ് ആക്കണം, വിട്. അതങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒരു നിലപാട്. കാരണം തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് നമുക്ക് കോൺഫിഡൻസ് തരും. ഇപ്പോൾ ഒരാൾ ഇന്നാലിന്ന് ഒരു ആപ്പിലൂടെയാണ് തെറ്റ് ചെയ്യുന്നത്, ഹറാമായ വീഡിയോസ് കാണുന്നത്. അപ്പോൾ വയൽ കേട്ടപ്പോൾ അയാൾക്ക് തോന്നി ഡിലീറ്റ് ആക്കണോ അൺഇൻസ്റ്റാൾ ആക്കണോ. അന്നേരം ഇബ്ലീസ് തോന്നിപ്പിക്കും, അപ്പോൾ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ആക്കിയാൽ മദ്ഹ് ഗാനും ഉസ്താമാർ വയലെല്ലാം എങ്ങനെ കേൾക്കുക. എങ്ങനെയുണ്ട് ചതി. അതിനെക്കുറിച്ചാണ് ബൂസരി ഇമാം ഖസീദത്തുൽ ബുർദയിൽ പറഞ്ഞത്, കം ഹസനത്തിൽ ലദ്ദതൻ ലിൽ മർഇ ഖാതിലതൻ. ഡാഫോഡിൽസ് സ്ട്രോബെറി ഐസ്ക്രീമുകൾ അടിപൊളി ഫ്ലേവർ ആക്കിയിട്ട് മുകളിൽ ചെറിയും വെച്ചിട്ട് നമുക്ക് തരും. പക്ഷേ മിൻ ഹൈസു ലം യദ്രി അന്നസ്സുമ്മ ഫിദ്ദസമി, ഉള്ളിൽ വിഷമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മളോട് ഇബ്ലീസ് പറയുന്നത് ഇശാൻസ്കരിച്ചിട്ടില്ലല്ലോ, ഇല്ല കുഴപ്പമില്ല, ഉറക്കൻ്റെ ക്ഷീണത്തോടു കൂടി നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ നിസ്കാരത്തിനൊരു ഹലാവത്ത് ലദ്ദത്ത് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ബുജൈരിമി ബാജൂരി എന്നല്ല നമുക്ക് ഉദാഹരണം പറഞ്ഞു തരുമ്പോൾ ഇപ്പോൾ കിതാബിലുണ്ടല്ലോ, ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അതിന് നമുക്ക് ഉറക്കം തരും. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ പറയാൻ പോകുന്ന അന്നത്തെ നിസ്കാരം കള്ളാക്കും. നോ നിസ്കാരം ഒന്നും കള്ളാവില്ല. അയാൾ 2:30, 3:30, 4:30 3 സമയത്ത് അയാൾ നെട്ടി, അലാറം വെക്കാണ്ട് നെട്ടി. അങ്ങനെ 4:30 എണീച്ച് ഇശാൻസ്കരിച്ച് തഹജ്ജുദ്സ്കരിക്കുക. കാരണം ഇശാവും ഉറക്കും തഹജ്ജുദിന് മുമ്പ് സംഭവിക്കണമെന്നേ ഉള്ളൂ. ഇശാൻസ്കരിച്ചിട്ട് തന്നെ ഉറങ്ങണമെന്ന് തഹജ്ജുദിന് നിബന്ധനയൊന്നുമില്ല. ഇശാവും ഉറക്കും കഴിഞ്ഞാൽ മതി. ചിലപ്പോൾ ഉറക്കം ആദ്യമാവും, ചിലപ്പോൾ ഇശാവ് ആദ്യമാവും, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ തഹജ്ജുദ്സ്കരിച്ച് പിന്നെ മൂപ്പരെൻ്റെ വൈഫിനോടോ ഫ്രണ്ട്സിനോടോ പറയാണ്, എന്തേ എന്താണ് പറയൂ, എനിക്ക് ഇശാൻസ്കരിക്കാണ്ട് ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല. അതിന് അങ്ങനെ തോന്നിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഈമാനുള്ള ആളാണെന്ന് ഇബ്ലീസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. എന്തിന്? മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി മൂപ്പരെ ഇശാൻസ്കരിക്കാണ്ട് ഉറക്കണം, എന്നിട്ട് ഒരിക്കൽ ഇശാ കള്ളാക്കണം. ആ പരിപാടിക്കാണ് ഇങ്ങനെ ആദ്യമേ ഗ്രൗണ്ട് ഫ്ലോർ സെറ്റാക്കി വെക്കുന്നത്. ഇബ്ലീസിൻ്റെ ചതി എന്ന് പറഞ്ഞാൽ ഹാഫിദ് ഇബ്നു അബിദ്ദുന്യയുടെ മക്കായിദു ഷൈത്താനും ഹാഫിദ് ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഭയങ്കര ചതിയാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കൽ ഫർള് ഐനാണ്. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഫർള് ഐന നമ്മൾ പഠിച്ചിരിക്കണം. ഇബ്ലീസിൻ്റെ ചതി നമ്മൾ പഠിച്ചിരിക്കണം. ഇത് നമ്മൾ തിരിച്ചറിയണം. ആ ഇബ്ലീസിൻ്റെ ഒരു ചതിയായി ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തൻ്റെ അൽ കശ്ഫ് വത്തബീൻ ഫീ ഖുററിൽ ഖൽഖി അജ്മഈൻ എന്ന കിതാബിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലാണല്ലോ, അള്ളാഹ് തെറ്റുപുറത്ത് തരുമല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ച് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. മോനെ, അത് ഭയങ്കര ചതിയാണ്. കാരണം എന്താ ഇബ്ലീസ് തോന്നിപ്പിക്കുക? ഗസാലി ഇമാം പറയാ, എന്താ തോന്നിപ്പിക്കുക? മൻ അഹബ്ബ ഇൻസാനൻ അഹബ്ബ ഔലാദഹു. ഒരു മനുഷ്യനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അയാളുടെ മക്കളെയും ഇഷ്ടപ്പെടൂലേ? അതെ. അതേപോലെ എൻ്റെ ഉപ്പിയുമ്മയും തഹജ്ജുദ് നിസ്കരിക്കുന്നവരും ളുഹ നിസ്കരിക്കുന്നവരും നല്ല ഇബാദത്ത് ചെയ്യുന്നവരല്ലേ? അതെ. അപ്പൊ എൻ്റെ ഉപ്പാനും ഉമ്മാനും അള്ളാഹ് ഇഷ്ടപ്പെടൂലേ? ഇഷ്ടപ്പെടും. അപ്പൊ എന്നെ അള്ളാഹ് ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ ചെറിയ തെറ്റൊന്നും അള്ളാഹ് ഇങ്ങനെ മെയിനാക്കൂല. ഗസാലി ഇമാം പറയാ, മൻശൗഹു ബിസ്വലാഹിൽ ആബാഇ വൽ ഉമ്മഹാത്തി. ഉപ്പിയുമ്മയും സ്വാലിഹീങ്ങളാണല്ലോ. ചിലപ്പോൾ നമുക്ക് തോന്നും, ചെറുപ്പക്കാരികൾക്ക് തോന്നും, എന്ത് ഉമ്മ അപ്പുറത്തും തഹജ്ജുദ് നിസ്കരിക്കണ്ടല്ലോ, ഉപ്പ എപ്പോഴും ളുഹ നിസ്കാരം 8 റക്അത്ത് നിസ്കരിക്കാറുണ്ടല്ലോ, ഉമ്മ നല്ലോണം സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളല്ലേ, അതിൻ്റെ വർക്കത്തോണ്ട് നമ്മളെല്ലാം അങ്ങ് കഴിച്ചലാവും. സലിമാൻ പറയാം. എന്നിട്ട് സലിമാൻ നമുക്ക് തിരിയുന്ന ഭാഷയിൽ ഒരു ഉദാഹരണം ചോദിക്കാം. അല്ലടാ മോനെ, ഉപ്പാക്കും നിനക്കും നല്ലോണം വിശന്നു, ഉപ്പ നല്ല ഫുഡ് കഴിച്ചു, എൻ്റെ വിശപ്പ് മാറോ? ഉപ്പ നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ വേണ്ട. ഞാൻ പറയും ഇല്ലല്ലോ. നമ്മൾ നമ്മളെ ആഖിറം നോക്കണം. നമ്മൾ നമ്മുടെ ആഖിറം വെളിച്ചാക്കണം. നമ്മൾ ഈ ഭാഗത്ത് വേറെ ആരും ചെയ്യൂല എന്ന് നമുക്കൊരു ബോധം ഉണ്ടാകണം. ഞാൻ വയല് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഉദാഹരണമാണ് പറയണത്. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്ക് ഉസ്താദിനെ ഭയങ്കര ഇഷ്ടമാണ്. ആയിക്കോട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ എൻ്റെ ഫാമിലി ഉസ്താദിൻ്റെ വയല് നല്ലോണം കേൾക്കാറുണ്ട്. ആയിക്കോട്ടെ, നല്ല മോൻ എന്താ പറഞ്ഞു വരുന്നത്? ഉസ്താദ്, ഞാനൊരു റിക്വസ്റ്റ് എടുത്താൽ ഉസ്താദ് തള്ളരുത്. ഉസ്താദിനെ ഇഷ്ടാവില്ല എന്നറിയാം, എന്നാലും എന്താണ് കാര്യം പറയും. ഉസ്താദ്, ഈ ഖബറിൽ ശിക്ഷയില്ലാത്തൊരു സൂറത്തല്ലേ സൂറത്തുൽ മുൽക്ക്? ഇശാമരുവിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ രാത്രി ഓതിയൽ. അതെ. ഉസ്താദിൻ്റെ 2026 ഏതായാലും ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആയിട്ടുണ്ട്. അടുത്ത 2027 മെയ് വരെ ഒരു കൊല്ലത്ത് ഉസ്താദിൻ്റെ സൂറത്തുൽ മുൽക്ക് ഞാൻ ഓതിക്കോട്ടെ എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചോദിക്കോ? ഇല്ലല്ല, ഞാൻ തന്നെ ഓതണ്ടേ? എന്ന പോലെ അവനവൻ്റെ ഇബാദത്ത് അവനവൻ എന്നെ നോക്കണം. ഒരു മനുഷ്യനും പറയൂല ഉസ്താദിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉസ്താദിൻ്റെ വിത്തർ ഞാൻ നിസ്കരിക്കാൻ തീരുമാനിച്ചത്. ഇല്ല, അവനവൻ്റെ ഇബാദത്ത് അവനവൻ നോക്കണം. ചെങ്ക് പ്രോ എന്നല്ല പറയണത്, ഇപ്പോൾ ഇവിടെ തൽക്കാലമുള്ളതാണ്.
ഇപ്പോഴുള്ളതാണ്. നമ്മളെ ഈ ഭാഗത്ത് നമ്മൾ തന്നെ ശരിപ്പെടുത്തണം, അത് ഏറ്റവും പ്രധാനമാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മോന് കനാൻ, മൂപ്പർക്ക് ദ്വാരക്കാൻ തന്നെ പാടില്ല എന്നല്ലേ അല്ലാഹു നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത്? എന്നാൽ മോൻ അങ്ങ് രക്ഷപ്പെടേണ്ടതല്ലേ എന്നാണ് ഗസാലി ഇമാം റളിയല്ലാഹു ഇത് വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ യുദ്നിബൂന ബിറജാഇ തൗബ, അള്ളാഹു പുറത്തുതരുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ട് മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നത് ഒരു തരം ധിക്കാരമാണ്, മറ്റൊരു തരത്തിൽ അതൊരു ചതിയാണ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇബ്ലീസിന്റെ കെണിവലയിൽ അയാൾ പെട്ടതാണ്. അതാണ് സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാ പറഞ്ഞത്, അലാമത്തുൽ ഖൗഫി ഇജ്തിനാബുൻ നഹി. അള്ളാഹുവിൽ ഉഖ്റവിയായ കാര്യങ്ങളിൽ പേടിയുണ്ട് എങ്കിൽ അയാൾ ഹറാമിൽ നിന്ന് മാറിയിരിക്കണം. ഒരാൾക്ക് ആഖിറത്തെ കുറിച്ച് പേടിയുണ്ട് എന്നുള്ളതിന്റെ അടയാളം ഹറാമിൽ നിന്ന് മാറി നിൽക്കൽ. അലാമത്തുർ റജാഇ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഒരാൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടത്? അൽ മുസാറഅതു ഇലൽ ഖിയാമി ബി അദാഇൽ അംരി, അല്ലാഹു പറഞ്ഞ എല്ലാം ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരാ. അതാണ് അള്ളാഹിന്റെ റഹ്മത്തിലെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ പ്രതീക്ഷയാ. അതെന്ത് പ്രതീക്ഷയാണ്? തർജുൻ നജാത വലം തസ്ലുക് മസാലികഹ, നീ വിജയം പ്രതീക്ഷിക്കുന്നു പക്ഷെ പരീക്ഷ എഴുതിയിട്ടില്ല. ഇന്ന സഫീനത ലാ തജ്രി അലൽ യബിസി, ചരൽ കല്ലിലൂടെ കപ്പലോടുമോ മോനെ? കപ്പൽ വെള്ളത്തിൽ തന്നെ പോണ്ടേ അല്ലേ? തർജുൻ നജാത വലം തസ്ലുക് മസാലികഹ, നീ ഒരു ഇബാദത്തും ചെയ്യുന്നില്ല എന്നിട്ട് അല്ലാഹ് എനിക്ക് സ്വർഗം തരുമെന്ന് വിചാരിക്കൽ അത് ശരിയായ രീതിയല്ലല്ലോ എന്നാണ് മഹാനായ സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം, അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുവാടാ മാന്യനായ നിന്റെ റബ്ബിനെ കൊണ്ട് നീ എന്താടാ വിചാരിച്ചേക്കണത്? യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം. കരീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറയാം? കരീം എന്ന് പറഞ്ഞാല് അല്ലാഹ് ഖുർആനിൽ സൂറത്തുൽ അലഖ് മുതൽ തുടങ്ങിയത് അല്ലാഹനെ കരീം എന്നാ പരിചയപ്പെടുത്തുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം വറബ്ബുക്കൽ അക്രം വറബ്ബുക്കൽ അക്രം. നിന്റെ റബ്ബ് അക്രമായ മാന്യനായ റബ്ബാണ്. എന്താണ് ഈ കരീം എന്ന് പറഞ്ഞാല്? ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് നന്മക്ക് വേണ്ടി മാത്രം ചെയ്യുക. വേറൊരാളെ കൊല്ലാനോ സ്വന്തമായിട്ട് ഒരാൾ പരിക്കേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അയാൾ തന്നെ ആത്മഹത്യ ചെയ്യാനോ കത്തി ഉപയോഗിക്കും എന്ന് കണ്ടാൽ ആ കത്തി അയാൾക്ക് കൊടുക്കുന്ന ആൾക്ക് കരീം എന്ന പേര് കിട്ടൂല. ഒരാൾ 500 രൂപ സംഭാവന കൊടുക്കുമ്പോൾ തിരിച്ച് എനിക്ക് നാളെയോ മറ്റന്നാളോ ഇവനും എന്നെ സഹായിക്കണം പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന ആളും കരീമാവില്ല. പിന്നെ കൊടുക്കുന്നതൊക്കെ ഹൈറായ ഉദ്ദേശത്തിൽ തിരിച്ചൊരു ഉപകാരം പ്രതീക്ഷിക്കാതെ കൊടുക്കുക. ഇതിനാണ് കരീം കരീം എന്ന് പറയുന്നത്. അപ്പോഴേ കരീമാജീന്ന് പേരിട്ടോണ്ട് കരീം എന്നാവില്ല. ആ ക്വാളിറ്റിയിലേക്ക് അയാൾ എത്തണം. കവികൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്ന കണ്ടിട്ടില്ലേ? യാ അക്റമൽ ഖുറമ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും. ബുസൂരി ഇമാം വിളിക്കുന്നുണ്ടല്ലേ? നേരത്തെ ഉമറുൽ ഖാലി തങ്ങൾ വിളിച്ചു. ബുസൂരി ഇമാം റഹിമഹുല്ലാഹ് വിളിക്കുന്ന കണ്ടിട്ടില്ലേ? യാ അക്റമൽ ഖൽഖി മാ ലിമൻ നലൂദു ബിഹി സിവാക ഇൻദഹുലു ലിൽ ഹാദിസിൽ അമിമി. കണ്ടിട്ടില്ലേ? യാ കരീമൽ ജൂദി റാഹതഹു. മങ്കൂസ് മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടണമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ഇല്ല. റഹ്മാനായ റബ്ബിന്റെ ഖുലുഖ് തഖല്ലുഖ് ചെയ്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദബനി റബ്ബി, അങ്ങനെയാണ്. അപ്പോഴേ നമ്മളൊക്കെ കരീമാവുള്ളൂ. ആ കരീമായ റബ്ബിനെ കൊണ്ട് നീ എന്തെന്നാണ് ഇങ്ങനെ എന്ന് ഖുർആൻ ചോദിക്കുന്നതിന്റെ വിശദീകരണത്തിൽ അബൂബക്കറുൽ വറാഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് അൽ ബഹറുൽ മദീദ് എന്ന തഫ്സീർ ഇബ്നു അജീബയിൽ കാണാം. കരീമായ റബ്ബ് എന്ന് കരുതിയിട്ട് ചിലരെന്ത് ചെയ്യും? അന്ന മാന്യനല്ലേ, അന്ന പാവല്ലേ, തെറ്റം ചെയ്ത പിന്നെ തോവയും അന്നാവാ. ഇതിനാണ് ഈ പറയണത്. ഞാൻ മാന്യനാന്ന് കൊണ്ട് നീ എന്തെന്നാടാ കളിച്ചത്? യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം. കണ്ടോ? അതുകൊണ്ട് അള്ളാഹുടെ കരീം എന്നുള്ള സിഫത്ത് തന്നെ പറഞ്ഞത്. അള്ളാഹ്ക്ക് വേറെ എന്തെല്ലാം പറയാനുണ്ട്. കുറച്ച് ഇൽമ പഠിച്ച് ആ ഇൽമ നാഫിയാവാതിരിക്കുമ്പോഴാണ് ഈ രോഗം അയാൾക്ക് കൂടി വരിക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. തെറ്റ് നിസ്സാരപ്പെടുത്തുന്ന അസുഖമാണ് അയാൾക്ക് ഉണ്ടാവുന്നത്. തെറ്റ് അത് പ്രശ്നമല്ല. ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് തെറ്റിനെ നിസ്സാരാക്കൽ. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ പ്രശ്നമാണ് തെറ്റിനെ പരസ്യപ്പെടുത്തൽ. ഒരു ഹറാമാണെങ്കിലും ആ ഹറാമ് പരസ്യപ്പെടുത്തൽ വൻദോഷവും. ഇൽഹാറുൽ മഅസിയത്തിൽ ഇന്നാസി വഹുവ അബ്അദു ലിൽ മഗ്ഫിറ എന്നല്ലേ മുല്ലൽ ഖാരി തങ്ങൾ പറഞ്ഞില്ലേ? എന്ത് തെറ്റ് പരസ്യമാക്കുക എന്ന് പറഞ്ഞത് ചിലപ്പോൾ അത് പുറത്ത് കിട്ടാതിരിക്കാനുള്ള ഒരു ശിക്ഷയായിരിക്കും. ഓൾറെഡി കല്യാണത്തിൽ ആൺ പെൺ ഇടകലർന്നിട്ട് ഫോട്ടോ എടുത്തു, ഹറാം.
അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക, ഗ്രൂപ്പിൽ വീഡിയോ വിടുക. അത് കുറച്ച് പ്രശ്നമല്ലേ? തെറ്റ് പരസ്യാക്കൽ അത് കബീറത്തിലേക്ക് വേഗത്തും വൻദോഷത്തിലേക്ക് വേഗം എത്തിച്ചേരും. അതൊരിക്കലും സംഭവിക്കരുത്. തെറ്റാണോ പ്രശ്നം? തെറ്റിനെ നിസ്സാരാക്കലോ പ്രശ്നം? തെറ്റിനെ നിസ്സാരാക്കലോ പ്രശ്നം. തെറ്റ് ചെയ്തിട്ട് ഒരാൾ തെറ്റിനെ ന്യായീകരിക്കുകയോ തെറ്റിനെ നിസ്സാരപ്പെടുത്തുകയോ ചെയ്താൽ ഒരുപക്ഷെ ആ ഒറ്റ കാരണം കൊണ്ട് അയാൾ ഈമാനില്ലാണ്ട് മരിച്ചുപോയേക്കാം. തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരാൾ, എടാ ഹറാമല്ലേ അങ്ങനെ പോക്ക്, നീ കസിന്റെ കൂടെയാണോ ബൈക്കിൽ പോണത്? കസിൻ എനിക്ക് അന്യപുരുഷനല്ലേ കസിൻ? ഇപ്പൊ അടുത്തൊരു കൊലപാതകം നടത്തില്ലേ എല്ലാ വൃത്തിയോടും ചെയ്തിട്ട്? കസിൻ പാടില്ലല്ലോ, കാണാൻ പാടില്ലല്ലോ, ഹറാമല്ലേ, അന്യപുരുഷനല്ലേ? ഉസ്താദ് അത് കുടുംബം നമ്മൾ സ്വന്തം ചോര വെക്കടാ. തെറ്റ് ചെയ്യാ, ഇനി ന്യായീകരിക്കുക. തെറ്റ് ചെയ്ത് ന്യായീകരിച്ചല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കുമ്പോൾ ഇവിടെ ഈമാനിന്റെ മാല ഉരിയിട്ട് കുഫറിന്റെ മാല ധരിപ്പിച്ചിട്ടാ മരിപ്പിക്കുക എന്ന് സൂറ ബഖറയുടെ 26-ാം ആയത്തിന്റെ വ്യാഖ്യാനം തഫ്സീർ ബൈലാവിയിൽ കാണാം. ആൾ ഫാസിക്കായി പോയിട്ടുണ്ട്. തെറ്റ് ചെയ്യാൻ ന്യായീകരിക്കുക, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അങ്ങനെ കൗലുണ്ട് ഇങ്ങനെ കീലുണ്ട്, ഇതിനൊന്നും നമ്മൾ നിൽക്കരുത്. കീലന്റെ വേക്കിൽ നന്ന പോയാൽ അയാൾ ഫാസിക്കായിട്ട് മരിച്ചു എന്ന് ഫിഖ് തന്നെ പറയുന്നില്ല. നമ്മുടെ ഇൽമു നാഫിയാവണം. അടുത്ത പാർട്ട് അതിലേക്കാണ് പോരുന്നത്. തെറ്റിനേക്കാൾ ഗൗരവമുള്ള വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? തെറ്റിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ് സവാജിറിൽ കാണാം, ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത് അയാൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അയാൾ തെറ്റിനേക്കാൾ അപകടമാണ് തെറ്റിൽ സന്തോഷിക്കാന്ന് പറയുന്നത്. ആ പെണ്ണിനെ ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടണില്ല, ഓൺലൈനിലും ഇല്ല. ലാസ്റ്റ് എന്താ വെച്ചാൽ അങ്ങനെ 10:30 എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോൾ 10:35 ഓൺലൈനിൽ വന്ന് അപ്പോൾ ഭയങ്കര സന്തോഷം. അവൻ തമ്മാടിയാവാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട്. കാരണം അവൻ്റെ കൽബ് കെട്ടുപോയിട്ടുണ്ട്. കാരണം ഹറാമിൽ ഹാപ്പിയുള്ള കൽബായിട്ടുണ്ട്. യാ അല്ലാഹ്, എന്തൊരു അപകടമാണെന്നറിയാം. ഹറാമ് കണ്ട ഒരാളോട് പറഞ്ഞില്ലേ, കാലം എത്ര കഴിഞ്ഞാലും അതിൻ്റെ ദുരന്തം അനുഭവിക്കും. ഹറാമായ കാഴ്ചയല്ലേ ആ കുട്ടിയെ നോക്കിയത് അല്ലേ? 20 കൊല്ലം കഴിഞ്ഞിട്ട് ആ പണ്ഡിതൻ ഖുർആൻ മുഴുവനും മറന്നുപോയി. ഹാഫിളായ പണ്ഡിതൻ 20 കൊല്ലം കഴിഞ്ഞിട്ടാണ്, ബിഫോർ 20 ഇയേഴ്സ്, 20 കൊല്ലം മുമ്പുള്ള ദുരന്തം ഇപ്പോഴാണ് അനുഭവിച്ചത്. സയ്യിദുൽ ഖാത്തിറിൽ ഹാഫിള് ഇബ്നുൽ ജൗസി തങ്ങൾ വിശദമായി ചർച്ച കൊണ്ടുവരുന്നുണ്ട്. ചെറിയൊരു സൂചന തുഹ്ഫ 7 നിക്കാഹിൻ്റെ അധ്യായത്തിൻ്റെ പ്രിഫേഴ്സിൽ തന്നെ നമുക്കത് കാണാം. ഹറാം ചെയ്തോ, വമയഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, യറ എന്ന് പറഞ്ഞാൽ യറ, ഇറ്റ് വിൽ ബി ഡൺ. യറ എൻ്റെ ഒരു ദുരന്തം നമ്മൾ കാണും. അതാണ് പ്രശ്നം. നിസ്സാരവൽക്കരുത്. തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത് സന്തോഷമുള്ള കൽബാണെങ്കിൽ ഇന്നും കൂടി ഉപയോഗിക്കാം. ലഹരി ഇന്നും കൂടി തെറ്റ് ഭയങ്കര അപകടമായി പോകും. അല്ലാഹ്, അങ്ങനെ ഒരിക്കലും നമുക്ക് സംഭവിക്കരുത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതിൽ നമുക്ക് പറഞ്ഞിരുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു നിലപാടുണ്ട്. എന്താ നിലപാട്? നീ എത്രത്തോളം തെറ്റിനെ ചെറുതാക്കുന്നോ അത്രത്തോളം അള്ളാഹുവിൻ്റെ അടുത്ത് അത് വലുതായിരിക്കും. നിന്റെ മനസ്സിൽ എത്രത്തോളം തെറ്റ് വലുതാകുന്നുണ്ടോ അത്രത്തോളം അള്ളാഹുവിൻ്റെ അടുത്ത് ചെറുതായിരിക്കും. എന്ന് പറഞ്ഞാൽ യാ അല്ലാഹ്, അറിയാണ് ചെയ്തു പോയല്ലോ അല്ലാഹ്, അപ്പോൾ ആ തെറ്റായൊക്കെ വലിയ പേടിയോടുകൂടിയാണ് കാണുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് അത് നോ പ്രോബ്ലം. അതേസമയത്ത് ചെറിയൊരു തെറ്റൽ ഇതത് വലിയ സംഭവമാക്കുന്നു എന്നൊരാൾക്ക് മനസ്സിൽ നിസ്സാരവൽക്കരണം ഉണ്ടായാൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ വലുതായിരിക്കും, വളരെ വലുതായിരിക്കും. സംഭവിക്കരുത്. യുദ്നിബൂന ബിറജാഇ തൗബ, അപകടം പിടിച്ചൊരസുഖാണ്, പെടാതിരിക്കാനാണ് ഇത്രമേൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചത്.